LDFന് തുടർഭരണം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2016 തുടർച്ച ലഭിച്ചതുകൊണ്ടാണ് കേരളത്തിൽ ദേശീയപാത വികസനം നടന്നത്. UDF ഭരണത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ദേശീയപാത വർഷങ്ങൾക്ക് മുമ്പേ യാഥാർത്ഥ്യമാകുമായിരുന്നു. 5600 കോടിയാണ് UDFന്റെ ഈ കെടുകാര്യസ്ഥത മൂലം കേരളത്തിന് സ്ഥലം ഏറ്റെടുക്കാനായി ചെലവഴിക്കേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ LDF ജില്ലാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും കിഫ്ബിയുടെ ഭാഗമായ പദ്ധതികളും നിർമ്മിതികളുമാണ് കാണാൻ കഴിയുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആ കിഫ്ബിയെ പോലും തകർക്കാനുള്ള ശ്രമം നടന്നു. കേരളം വികസിക്കുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം. കേന്ദ്ര സർക്കാർ അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിച്ചും സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചും നിന്നപ്പോൾ അതിന് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്. കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ ഒരക്ഷരം പ്രതിപക്ഷം പറഞ്ഞില്ല. കേരളം തകരട്ടെ എന്നാണ് അവർ ചിന്തിച്ചത്. കേരളത്തിന് ന്യായമായി നിഷേധിക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ, നമ്മുടെ കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട പ്രതിപക്ഷം തയ്യാറായോ? എന്തേ അവര് കേന്ദ്രത്തോടൊപ്പം ചാരി നിന്നത്? എന്തുകൊണ്ടാണ് അവര് കേന്ദ്രത്തോടൊപ്പം ചാരി നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചത്? എന്തായിരുന്നു മനോഭാവം? തകരട്ടെ. രാജ്യം മാത്രമല്ല, ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ടു കേരളത്തിന്റെ അതിജീവനം. എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ ദുരന്തമേൽപ്പിച്ച ആഘാതങ്ങളെ മറികടന്ന് ഈ നാടിനെ അതിജീവിക്കാനായി എന്നതിൽ അവരെല്ലാം വല്ലാതെ ആശ്ചര്യം കൊണ്ടു. എന്നാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കേരളം അത്ഭുതത്തോടെ തിരിച്ചുവന്നു. ലോകം ആശ്ചര്യത്തോടെയാണ് നമ്മളെ നോക്കിക്കണ്ടത്. നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ നമുക്ക് കഴിഞ്ഞു. നമുക്ക് ഒന്നും അസാധ്യമല്ല എന്ന് തെളിയിച്ച കാലമായിരുന്നു ഇത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ദേശീയപാത വികസനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ദേശീയപാത വികസനം നടന്നപ്പോൾ കേരളത്തിൽ മാത്രം നടന്നില്ല. അതിന് പ്രധാന കാരണം ഇവിടെ സ്ഥലം ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്. അന്ന് അധികാരത്തിലിരുന്ന UDF സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതുകൊണ്ടാണ് ദേശീയപാത വികസനം മുടങ്ങിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ റോഡുകൾ വികസിക്കുമ്പോൾ കേരളത്തിലും അത് വേണമെന്ന് നമ്മൾ ചിന്തിച്ചു. ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നത് വൈകിയതോടെ NH അധികൃതർ കേരളം വിട്ടു. എന്നാൽ അവരെ കേരളത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. സ്ഥലം ഏറ്റെടുത്ത് നൽകണം എന്നായിരുന്നു NHന്റെ ആവശ്യം. ശരിയല്ലാത്ത സമീപനമാണ് ഇതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഗതികേടുകൊണ്ട് നമ്മളെക്കൊണ്ട് അവർ സമ്മതിപ്പിച്ചു. ഏറ്റെടുക്കുന്ന വിലയിൽ 25% നൽകേണ്ടി വന്നു. 5600 കോടി രൂപയാണ് ഈ ഇനത്തിൽ കേരളത്തിന് ചെലവഴിക്കേണ്ടി വന്നത്. UDF സർക്കാർ കാട്ടിയ കെടുകാര്യസ്ഥതയുടെ വിലയായിരുന്നു അതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെയൊന്നും നടക്കില്ല എന്ന ധാരണയിൽ സ്ഥലം വിട്ടു. അവരെ തിരിച്ചു വിളിച്ചു. സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്ത് തരാമെന്ന് പറഞ്ഞു. അവരപ്പോഴൊരു പുതിയ തർക്കം ഉന്നയിച്ചു. കേരളത്തിൽ വലിയ വിലയാണ്, ഈ വില കൊടുത്ത് സ്ഥലമെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ സ്ഥലമെടുത്ത് തരും. നാം കാണേണ്ടത് രാജ്യത്തൊരിടത്തും നാഷണൽ ഹൈവേക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് സംസ്ഥാന സർക്കാർ വില കൊടുത്ത് നടത്തിയിട്ടില്ല. നമ്മളത് തന്നെ ഉന്നയിച്ചു. ശരിയല്ല നിങ്ങളുടെ സമീപനമെന്ന് പറഞ്ഞു. അവസാനം തർക്കം ഒത്തുതീർപ്പ് സംഭാഷണത്തിലേക്ക് നീങ്ങി. അതിനകത്ത് നമ്മുടെ ഗതികേട് കൊണ്ട് ഒരു കാര്യം സമ്മതിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മെ കൊണ്ട് സമ്മതിപ്പിച്ചു. LDF സർക്കാരിന് തുടർഭരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ദേശീയപാത വികസനം ഇവിടെ വരുമായിരുന്നു എന്നും പിണറായി വിജയൻ ചോദിച്ചു. എല്ലാ മേഖലയിലും കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഗതാഗതം തുടങ്ങി എല്ലാ മേഖലയിലും മാറ്റമുണ്ടായില്ലേ എന്നും പിണറായി ചോദിച്ചു. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന LDF ജില്ലാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ ടീച്ചർ MLA, MV ജയരാജൻ, CN ചന്ദ്രൻ, KK രാഗേഷ്, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.